നമസ്കാരം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. ഒടുവിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഷൗക്കത്തും സ്വരാജും മണ്ഡലത്തിന്റെ മനസ്സറിഞ്ഞ് പ്രചാരണം നടത്തുമ്പോൾ UDF-നെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് PV അൻവർ. അൻവർ കൂടി മത്സരത്തിനെത്തുമ്പോൾ ചതുഷ്കോണ മത്സരത്തിനാകും നിലമ്പൂർ കളമൊരുങ്ങുക. ഒപ്പം മഴയുടെ തീവ്രത കുറയുമ്പോൾ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുകയാണ്. ജാഗ്രത വേണം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പിണറായിയെ താഴെയിറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം. UDF-നെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. UDF-ന് മികച്ച അവസരം നൽകിയെന്നും അവർ അത് ഉപയോഗപ്പെടുത്തിയില്ലെന്നും അൻവർ. UDF ഒരുമിച്ചെടുത്ത തീരുമാനം VD സതീശൻ പ്രഖ്യാപിച്ചില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ലെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിശ്വാസലംഘകരുമായി ഇനി ബന്ധമില്ലെന്നും അൻവർ. ചുമതലപ്പെടുന്നത് അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. PV അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി VD സതീശൻ. കൂടിക്കാഴ്ച തെറ്റെന്ന് സതീശൻ. അൻവറിനെ കണ്ടത് പിണറായിസത്തിനെതിരെ പ്രതികരിച്ച വ്യക്തിയെന്ന നിലയിലെന്നും പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യമല്ലെന്നും രാഹുൽ. അൻവറിന് നിലപാട് പിൻവലിക്കാൻ 5-ാം തീയതി വരെ സമയമുണ്ടെന്ന് K മുരളീധരൻ. അൻവറിന് അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട്. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിയുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി. CPM BJP അശുദ്ധ ബാന്ധവം എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരം CPM-ഉം UDF-ഉം തമ്മിലെന്നും സതീശൻ. മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. 3758 കേസുകൾ. ആകെയുള്ളതിന്റെ 40% കേരളത്തിൽ. 1336 രോഗികൾ. 24 മണിക്കൂറിനിടെ 4 മരണം. സ്കൂൾ തുറക്കാനിരിക്കെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. ആലപ്പുഴയും കുട്ടനാടും വെള്ളത്തിനടിയിൽ. മഴക്കെടുതിയിൽ 1 മരണം കൂടി. ദുരന്ത സമയത്ത് സംസ്ഥാനങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകുന്നതിൽ കേന്ദ്രത്തിന് രാഷ്ട്രീയ വിവേചനമെന്ന് ധനമന്ത്രി. മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയെന്നും കേരളത്തിന് അനുമതി നിഷേധിച്ചുവെന്നും KN ബാലഗോപാൽ. UDF-നെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. UDF-ന് മികച്ച അവസരം നൽകിയെന്നും അവർ അത് ഉപയോഗപ്പെടുത്തിയില്ലെന്നും അൻവർ. UDF ഒരുമിച്ചെടുത്ത തീരുമാനം VD സതീശൻ പ്രഖ്യാപിച്ചില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ലെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിശ്വാസലംഘകരുമായി ഇനി ബന്ധമില്ലെന്നും അൻവർ പറഞ്ഞു. കേരളത്തിൽ 3-ാം വട്ടവും UDF LDF ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല എന്നത് വസ്തുത കേരളത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ്. പക്ഷെ ഇവരുടെ താല്പര്യം എന്താ? ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ സാഹിബേ. എന്താ താല്പര്യം അറിയോ? മുഖ്യമന്ത്രിയാകുമ്പോൾ ആര് കൈബന്ധിക്കണമെന്ന്. ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഈ നേതൃത്വത്തെയും വെച്ചാണ് UDF മുന്നോട്ട് പോകുന്നതെങ്കിൽ 99 സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ആ 99 സീറ്റിൻ്റെയും മാനദണ്ഡം കൈപൊക്കുന്നവർക്ക് മാത്രമായിരിക്കും 2026 ഭരണം. പിണറായിയെ താഴെയിറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. TK അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, ഓരോ ദിവസവും അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് UDF-നെതിരെ ആഞ്ഞടിക്കുകയാണ്. സതീശനെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. സുധാകരൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് വന്ന് കണ്ടു എന്നും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തിരിക്കണമെന്ന് അറിയിച്ചുവെന്നും അൻവർ പറയുന്നു. നേതൃത്വത്തിന് കഴിവില്ല എന്നാണ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അൻവർ എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മായ, തീർച്ചയായും അൻവർ ഉദ്ദേശിക്കുന്ന UDF-ൽ വലിയ തോതിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അൻവറിന് പിന്തുണ നൽകാൻ
UDF നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അനുമോദിക്കുകയും അതേസമയം എതിർത്ത് നിൽക്കുന്ന VD സതീശനെ നഖശിഖാന്തം എതിർക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടാണ് അൻവർ എടുക്കുന്നത്. ഒപ്പം അൻവർ LDFനെയും ശക്തമായി ആക്രമിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. രണ്ട് പിണറായിയാണുള്ളത്, അതിലത്തെ ഒരു പിണറായിയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് എന്ന് അൻവർ പറയുന്നു. UDFനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, അവരെ സഹായിക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് എല്ലാ അപമാനവും സഹിച്ച് നിന്നത്. ഇന്നലെയും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി. പക്ഷെ അത് അവർ മനസ്സിലാക്കിയില്ല. അതിന്റെ പ്രധാന കാരണം VD സതീശനാണ് എന്നുള്ളത് അൻവർ ആരോപിക്കുന്നു. അൻവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത 1-2 ദിവസങ്ങൾ കൂടി ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക എന്നുള്ളത് തന്നെയാണ്. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ചൊല്ലി UDF പുതിയൊരു കലാപം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും അൻവർ പരിശോധിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അൻവറിനെ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം നിരാശയും അൻവറിനെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അൻവർ സ്ഥാനാർത്ഥിത്വം ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നിലവിൽ തൃണമൂൽ മത്സരിക്കാമെന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. ഏത് നിലപാട് എടുക്കുമെന്ന് ഇനിയും കണ്ടറിയേണ്ടതാണ്. മായ. അരവിന്ദൻ, അതുപോലെ BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലകൾ അടക്കമുള്ള വോട്ടുകൾ ലക്ഷ്യമിട്ടല്ലേ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം? തീർച്ചയായും ഇവിടെ ലക്ഷ്യമിടുന്നത് നേരത്തെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നായിരുന്നു BJPയുടെ നിലപാട്. പക്ഷേ BJP അപ്രതീക്ഷിതമായ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് വലിയൊരു മത്സരത്തിന് തന്നെയാണ് കോപ്പ് കൂട്ടുന്നത്. ഇതിലൂടെ BJP ലക്ഷ്യമിടുന്നത് മലയോര ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യമിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി BJP കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. BJP മോഹൻ ജോർജിലൂടെ ലക്ഷ്യമിടുന്നതും അതാണ്. അതിനാൽ തന്നെ വലിയ തോതിലൊരു അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു ചതുഷ്കോണ മത്സരത്തിനാവും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. മായ. ശരി, എന്തായാലും UDFനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഒരു സമ്മർദ്ദ ശക്തിയാവുകയാണ് വീണ്ടും PV അൻവർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പറ്റി അദ്ദേഹം കൃത്യമായി പറയുന്നില്ലെങ്കിൽ കൂടി മത്സരിക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം BJP കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അൻവർ കൂടി ഒരു മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അതൊരു ചതുഷ്കോണ മത്സരത്തിനാകും വേദിയാവുക. അരവിന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചുവെന്നും ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ അഭിമാനം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അല്ല, UDFന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം. അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനം എടുക്കാം. വരണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ വരണ്ടെന്നാണ്? വരണമെന്നില്ലേ അതിൻ്റെ അകത്ത്? വരണമെന്നില്ലേ അതിൻ്റെ അകത്ത്? വരണമെന്നാണ് അതിൻ്റെ ആ 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ UDF നേതൃത്വത്തിൽ നിന്ന് ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെയാണ്. PV അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിനെ രാഹുൽ കണ്ടത് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല. ചർച്ചയ്ക്ക് ജൂനിയറായിട്ടുള്ള MLAയെ ചുമതലപ്പെടുത്തുമോ എന്നും VD സതീശൻ ചോദിച്ചു. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. PV അൻവറിനെ കണ്ടത് പിണറായിസത്തിനെതിരെ പ്രതികരിച്ച വ്യക്തി എന്ന നിലയിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടി ഏൽപ്പിച്ച ദൗത്യമല്ലെന്നും പാർട്ടി പറയുന്നത് അംഗീകരിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നേതൃത്വം തെറ്റെന്ന് പറഞ്ഞെങ്കിൽ അത് തിരുത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി. അല്ല, പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് നേതൃത്വം എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് നേതൃത്വം ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി നേതൃത്വം ഇപ്പൊ പറയുകയാണ് അത് തെറ്റാണ്. പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നേ. അതിനകത്ത് വ്യക്തിപരമായി PV അൻവറുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടി പറഞ്ഞിട്ടായിരുന്നില്ല കൂടിക്കാഴ്ച എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന് 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ
ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല 5 തീയതി വരെ സമയമുണ്ടല്ലോ വിഡ്രോവൽ ടൈം. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന് ആവർത്തിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സർക്കാരിനെതിരായ വിധിയെഴുത്താകും ഇത്. പിണറായി സർക്കാരിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരും അണിചേരണമെന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് സന്ദർശനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പ്രതികരിച്ച KC അൻവറിന്റെ കാര്യത്തിലും സർക്കാരിനെതിരെ നിലകൊള്ളുന്നവർ ഒപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളതെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കും. അത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാരണം ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് നിലമ്പൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി UDFന് കിട്ടും. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടെ MLA ആവും. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. PV അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വ്യക്തിഗത സന്ദർശനം മാത്രമായിരുന്നു അത്. അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിൽ തൽക്കാലം അടഞ്ഞുകിടക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് വളരെ വ്യക്തമാണ്. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറിനെ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് BJP. കേരള കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കണോ വേണ്ടയോ എന്നതടക്കമുള്ള അനിശ്ചിതത്വത്തിനൊടുവിലാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നതാണ് ശ്രദ്ധേയം. അനിശ്ചിതത്വത്തിനൊടുവിൽ BJP നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ രാഷ്ട്രീയ നീക്കവുമായിട്ടാണ്. മലയോര ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന അസംതൃപ്തി മുതലെടുക്കാനാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുമുള്ള മോഹൻ ജോർജ് ഏറെ നാളായി കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. മർത്തോമാ സഭ കൗൺസിൽ അംഗം കൂടിയാണ് മോഹൻ ജോർജ്. കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയാകുന്നത്. BJPക്ക് അടിത്തറ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, മേഖലയാണത്. BJPക്ക് ധാരാളം പ്രവർത്തകരുണ്ട്. ഈ മേഖലയിലെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ വളരെ അതീവ ഗൗരവമാണ്. വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഏതായാലും ആ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം കാണണം. പിന്നെ BJPയുടെ കേരള ഘടകത്തിൻ്റെ രാജീവ്ജിയുടെ പ്രത്യേക താല്പര്യം വികസിത കേരളം എന്നുള്ളതാണ്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട, ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. ഇടതു വലതു മുന്നണികൾക്കൊപ്പം NDAയും കളം നിറയുമ്പോൾ നിലമ്പൂരിൽ പോരാട്ടം തീപാറും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ CPM BJP കൂട്ടുകെട്ട് വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ബാന്ധവത്തെ തകർത്ത് UDF മികച്ച വിജയം നേടുമെന്നും VD സതീശൻ പറവൂരിൽ പ്രതികരിച്ചു. നിലമ്പൂരിൽ UDFനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ CPM BJP ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം BJP സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് CPM നേതൃത്വത്തിന് BJP നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് UDF വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ്. ഈ BJPയും CPMഉം ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് BDJSനോട് ആലോചിച്ച ശേഷമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന് BDJS തീരുമാനിച്ചിരുന്നു. മലയോര കർഷക പ്രതിനിധി എന്ന നിലയിലാണ് NDA സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ക്രിസ്ത്യൻ വോട്ടുകളടക്കം എല്ലാ സമുദായ വോട്ടുകളും NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആലപ്പുഴ വെച്ച് സമ്മേളനം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് വളരെ വ്യക്തമായി എടുത്തിട്ടുള്ള തീരുമാനം അത് ഇപ്രാവശ്യം BDJSന്റെ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ഇലക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റികളും നിയോജകമണ്ഡലം കമ്മിറ്റികളും ഒക്കെ അതിനുള്ള പുനഃസംഘടനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് ഇനി 6-8 മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം.
ദുരന്ത സമയത്ത് സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാട്ടുന്നത് ശരിയല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ലെന്ന് മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു. ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ്, അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ വിവേചനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ, സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാക്കിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത്, സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ആകെയുള്ള 3395 കേസുകളിൽ 1336 കേസുകളും ഒരു മരണവുമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ 40% സംസ്ഥാനത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത 3395 കേസുകളിൽ 1336 എണ്ണമാണ് കേരളത്തിൽ നിന്നുള്ളത്. രാജ്യത്ത് 4 മരണം റിപ്പോർട്ട് ചെയ്തതിൽ 1 സംസ്ഥാനത്ത് നിന്നാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖവും ന്യൂമോണിയയും ബാധിച്ച് ചികിത്സയിലായിരുന്ന 59കാരനാണ് മരിച്ചത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കൊറോണയാണെന്ന് സ്ഥിരീകരിച്ചത്. കേരളം കൂടാതെ ഡൽഹി, കർണാടക, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. 2 വർഷത്തിനിടെ ഇതാദ്യമായാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 3000 കടക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അനാവശ്യമായ പരിശോധനകൾ വേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുയിടങ്ങളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നവർ മാസ്ക് ധരിക്കണമെന്നും പ്രായമായവരും കുട്ടികളും ഗർഭിണികളും രോഗബാധിതരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. രോഗപ്പകർച്ച നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജില്ലാ ആരോഗ്യ വിഭാഗങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര, അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ല. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരാഴ്ചയായി തിമിർത്തു പെയ്യുന്ന മഴയെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവനന്തപുരം താലൂക്കിൽ ഈഞ്ചയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിലും നെയ്യാറ്റിൻകര താലൂക്കിൽ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലുമാണ് ക്യാമ്പുകൾ ആരംഭിച്ചത്. 34 കുടുംബങ്ങളിലെ 79 പേരാണ് നിലവിൽ ക്യാമ്പുകളിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. ആലപ്പുഴയിൽ നദികളിൽ വെള്ളം ഉയരുന്നുണ്ട്. കുട്ടനാട് മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നത്. ജില്ലയിൽ ഇന്നലെ 3 വീടുകൾ പൂർണ്ണമായും 97 വീടുകൾ ഭാഗികമായും തകർന്നു. 40 ക്യാമ്പുകളിലായി 1053 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ 230 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. വടക്കൻ കേരളത്തിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. എന്നാൽ മലയോര മേഖലകളിൽ ജാഗ്രത തുടരുന്നുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്നും വിലക്ക് തുടരുന്നുണ്ട്. അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ ക്യാമ്പുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. വൈത്തിരി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം മൊളശ്ശിയിൽ കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു.
കോട്ടയം ബസേലിയസ് കോളേജ് വിദ്യാർത്ഥി ഒളശ മാവുങ്കൽ അലൻ ദേവസിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയ അലൻ രാത്രി വൈകിയും എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെ ഒളശ ഭാഗത്തെ വെള്ളക്കെട്ടിൽ നിന്നും അലന്റെ സൈക്കിൾ കണ്ടെത്തി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വെള്ളക്കെട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് ഇതിന് കാരണം. ഇടറോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ വീണ്ടും ശക്തമായാൽ കുട്ടനാട്ടിൽ ഇനിയും ജലനിരപ്പ് ഉയരും. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, അൻവർ എന്തൊക്കെയാണ് പറഞ്ഞത്? തീർച്ചയായും PV അൻവർ റോഡിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പിണറായി സഖ്യത്തിനെതിരെ പോരാടാൻ വേണ്ടിയാണ് താൻ LDF നിന്ന് പോരാടി പുറത്തിറങ്ങി വന്നത്. എന്നാൽ UDF തനിക്ക് മാന്യമായ പരിഗണന തന്നില്ല. തന്നെ ശ്രമമായിരുന്നു UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനാൽ തന്നെയാണ് താൻ ഈ കടുത്ത പോരാട്ടത്തിന് ഇറങ്ങുന്നത്. താൻ ജനങ്ങളിലൊപ്പം നിന്ന് താൻ മുന്നേറും, ജനങ്ങൾ തന്നോടൊപ്പമുണ്ട്. ഇത് തെളിയിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും PV അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ UDFും LDFും BJPക്കും ഒപ്പം ഇറങ്ങുമ്പോൾ നിലമ്പൂരിൽ ഒരു ചതുഷ്കോണ മത്സരത്തിൽ തന്നെയാണ് വഴിവെക്കുന്നത്. UDFനെ കടന്നാക്രമിച്ചായിരുന്നു അൻവർ തന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് സുധാകരൻ തന്റെ വന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർക്കുന്നു. അതിനാൽ തന്നെ താൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. പിണറായിയാണ് നിലമ്പൂരിൽ നേരിടേണ്ടത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് PV അൻവർ നടത്തിയത്. എന്തായാലും ഒടുവിൽ അനിശ്ചിതങ്ങളുടെ ഒടുവിൽ PV അൻവർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. മായ അരവിന്ദൻ, ഇത് എപ്പോഴാണ് ഈ അൻവർ പത്രിക സമർപ്പിക്കുക? ഒപ്പം ഏത് ചിഹ്നത്തിൽ മത്സരിക്കും? ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ പറഞ്ഞോ? അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടി ചിഹ്നത്തിൽ തന്നെ, ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നതിലാണ് താല്പര്യം. എന്തായാലും അൻവറിന്റെ ആവശ്യത്തിനോട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വഴങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വോട്ട് സംഘടിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഏത് ചിഹ്നമാണോ അത് അൻവർ ഉപയോഗിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ തന്നെയാവും മിക്കവാറും അൻവർ മത്സരിക്കുക. അരവിന്ദൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. UDFിലേക്ക്, മുന്നണിയിലേക്ക് കയറിപ്പറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായതിന് പിന്നാലെ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരിക്കും മിക്കവാറും മത്സരിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അരവിന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം അയച്ച ഹരിലാലിനെയാണ് തമ്പാനൂർ പോലീസ് പിടികൂടിയത്. കൊച്ചി മെട്രോയിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശവും നൽകിയതും ഇയാൾ തന്നെയാണെന്നാണ് സംശയം. ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. IPLൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. വിജയികൾ ജൂൺ 3 നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. എലിമിനേറ്റർ പോരാട്ടത്തിൽ കരുത്തരായി ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിയാണ് മുംബൈയുടെ ക്വാളിഫയർ പ്രവേശം. ആവേശ പോരാട്ടത്തിൽ ഗുജറാത്തിനെ 20 റൺസിന് മറികടന്ന മുംബൈ രണ്ടാം ക്വാളിഫയറിൽ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു. പ്ലേയിങ് 11-ൽ നിർണായക മാറ്റങ്ങളുമായിട്ടായിരുന്നു മുംബൈ കളത്തിലിറങ്ങിയത്. അടുത്ത മത്സരത്തിലും പേസ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് മുംബൈയുടെ നീക്കം. അതേസമയം ആദ്യ ക്വാളിഫയറിൽ RCBയോട് തോറ്റതോടെയാണ് പഞ്ചാബ് രണ്ടാം ക്വാളിഫയറിലേക്ക് എത്തിയത്. 8 വിക്കറ്റിന് പഞ്ചാബിനെ തകർത്ത RCB ഫൈനലിൽ കടന്ന ആദ്യ ടീമായി. പഞ്ചാബ് ഉയർത്തിയ 102 റൺസ് വിജയലക്ഷ്യം 10 ഓവർ ബാക്കി നിൽക്കെയാണ് RCB മറികടന്നത്. തോറ്റെങ്കിലും രണ്ടാം ക്വാളിഫയറിലെത്തിയ പഞ്ചാബ് മുംബൈയെ നേരിടുമ്പോൾ ഏറെ പ്രതീക്ഷയിലുമാണ്. ഈ മത്സരത്തിലെ വിജയിയാകും ഫൈനലിൽ RCBയുടെ എതിരാളികൾ. 4ാം തവണയാണ് RCB IPL ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. 2009, 2011, 2016 വർഷങ്ങളിൽ ഫൈനലിലെത്തിയ RCB ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഫൈനൽ കളിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഏഷ്യ കപ്പ് വുമൻസ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും യാത്രാ ചിലവടക്കമുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് 2 മലയാളി താരങ്ങൾ. മലപ്പുറം താനൂർ സ്വദേശിനി P. അഞ്ജലി, കൽപ്പറ്റ മണിയങ്കോട് സ്വദേശിനി MS ശ്രുതി എന്നിവരാണ് ചൈനയിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ രാജ്യത്തിനായി മത്സരിക്കാനുള്ള ടീമിൽ ഇടം നേടിയത്. ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയും ഏഷ്യ കപ്പ് കളിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക ബാധ്യതയാണ്
ശ്രുതിക്കും അഞ്ജലിക്കും മുന്നിലെ പ്രതിസന്ധി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ താരങ്ങൾ 1,70,70,000 രൂപ ഇന്ത്യൻ സോഫ്റ്റ്ബോൾ ഫെഡറേഷനിൽ അടയ്ക്കണം. ഏഷ്യ കപ്പ് മത്സരത്തിനുള്ള ക്യാമ്പ് ജൂൺ 3 മധ്യപ്രദേശിലെ മെഡിക്കാപ്സ് വിശ്വവിദ്യാലയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ജൂൺ 2 പണമടയ്ക്കണമെന്നാണ് ലഭിച്ച നിർദ്ദേശം. ജൂൺ 10 വരെയാണ് ക്യാമ്പ്. കഠിനാധ്വാനത്തിലൂടെ കിട്ടിയ അവസരം പണമടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഇരുവർക്കുമുണ്ട്. ഞങ്ങൾക്ക് ചൈനയിൽ വെച്ചിട്ടാണ് കളി. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 1,70,70,000 രൂപയുടെ ചിലവുണ്ട് ഒരാൾക്ക്. രണ്ടുപേർക്കും കൂടെ 3,40,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഇത്രയും വലിയൊരു പൈസ തുകയെക്കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രയും കാലത്ത് വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെടും. വയനാട് മുണ്ടേരി സ്വദേശിയായ ശ്രുതിയുടെയും മലപ്പുറം താനൂർ സ്വദേശിയായ അഞ്ജലിയുടെയും മാതാപിതാക്കൾക്ക് ഇത്രയും വലിയ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. സ്പോൺസർമാരെ ലഭിച്ചില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് അഞ്ജലിയും ശ്രുതിയും. അമൃത ന്യൂസ്, വയനാട്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.